ചെന്നൈ ഇന്ന് വിജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. ചെന്നൈക്ക് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ RCB രാജസ്ഥാൻ ടീമുകൾക്കും സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ IPL-ലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൗ ഇന്ന് കളി തോറ്റത് കൊണ്ട് അവരെ ഒഫീഷ്യലായിട്ട് തന്നെ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇനി അവർക്ക് കയറി വരാൻ സാധിക്കില്ല. അതുപോലെ ഡൽഹി ടീമിന് 8 പോയിന്റേ ഉള്ളൂ. അവർക്കും ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ കൊൽക്കത്ത ടീമിന് 9 പോയിന്റ് ഉണ്ട്. അവർക്ക് നേരിയൊരു സാധ്യത മാത്രമേ ഇനിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 6 ടീമുകളാണ് പ്ലേ ഓഫിന് വേണ്ടി മത്സരിക്കുന്നത്. ബാക്കി എല്ലാ ടീമുകളെയും മാറ്റി നിർത്താം. നിലവിൽ 1-ാം സ്ഥാനത്ത് 14 പോയിന്റോടെ ഹൈദരാബാദ് ഉണ്ട്. അവര് 90% പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഗുജറാത്ത് 14 പോയിന്റോടെ 2-ാം സ്ഥാനത്തുണ്ട്. അവരും ഏറെക്കുറെ പ്ലേ ഓഫിൽ എത്തിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ബാക്കി 2 സ്ലോട്ടുണ്ട്. നിലവിൽ 3-ാം സ്ഥാനത്ത് 13 പോയിന്റോടെ പഞ്ചാബും ഉണ്ട്. RCBക്ക് 12 പോയിന്റ്, രാജസ്ഥാന് 12 പോയിന്റ്. അതുപോലെ ഇന്നത്തെ മാച്ച് ചെന്നൈ ജയിച്ചപ്പോൾ ചെന്നൈക്കും 12 പോയിന്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലേ ഓഫിൽ ആര് കടക്കുമെന്നത് പറയാൻ സാധിക്കില്ല. നിലവിലെ അവസ്ഥ വെച്ച് ചെന്നൈക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മുംബൈക്ക് ആകെ കൂടി 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള എല്ലാ മാച്ചിലും ജയിച്ചാലും മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. നിലവിൽ എല്ലാ ടീമുകളും ഒരേ പോയിന്റ് ആയതുകൊണ്ട് ആര് കയറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നെറ്റ് റൺ റേറ്റ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും അവസാനം കയറാൻ പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ ടീമുകളും ഇങ്ങനെ 12 പോയിന്റോടെ അടുപ്പിച്ച് നിൽക്കില്ല. ചെന്നൈക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ അവസാനത്തെ മാച്ചുകളിൽ ജയിച്ചു വന്നതോടുകൂടി ചെന്നൈയും ഈ പട്ടികയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ മാച്ചിലും ജയിച്ചാൽ ചെന്നൈക്ക് ഷുവറായിട്ടും പ്ലേ ഓഫിലെത്താം. ബാക്കിയുള്ള ടീമുകളുടെ കാര്യം നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതുപോലത്തെ ബാറ്റിംഗ് ബോളിംഗുമാണ് ചെന്നൈ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഇതേ സമയം രാജസ്ഥാനും പ്ലേ ഓഫ് പ്രതീക്ഷയുണ്ട്. ആര് പുറത്താക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.